ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ചാപ്റ്ററാണ്. ഇത് ലോക പ്രശസ്തമായ ഒരു സോങ് ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫിലിപ്പ് കൊളിൻസ് ആണ്. ആദ്യം നമുക്ക് എബൌട്ട് ദ ഓതർ നോക്കാം. ഫിലിപ്പ് കൊളിൻസ് ഇസ് എ ബ്രിട്ടീഷ് മ്യൂസീഷ്യൻ, സിംഗർ, സോങ് റൈറ്റർ, റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ. He was the drummer and lead singer of the rock band Genesis. ജെനസിസ് എന്ന റോക്ക് ബാൻഡിന്റെ സിംഗറാണ്, ഡ്രമ്മറാണ്. അതുപോലെ അദ്ദേഹം പലതരത്തിലുള്ള കഴിവുകളുള്ളയാളാണ്. പാട്ടുപാടും, എഴുതും, അതുപോലെ ആക്ടറുമാണ്. ഹിസ് മോസ്റ്റ് സക്സസ്ഫുൾ സിംഗിൾ ഇൻക്ലൂഡ് ഇൻ ദി എയർ ടു നൈറ്റ്, വൺ മോർ നൈറ്റ്, അനദർ ഡേ ഇൻ പാരഡൈസ് ആൻഡ് ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ഡൗൺ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സോളോ സോങ്ങുകൾ. കൊളിൻസ് ഹാസ് ബീൻ സെലിബ്രേറ്റഡ് for his contribution to pop music canon, both as a solo artist and member of a Genesis. ജെനസിസ് എന്ന ബാൻഡിന്റെ ഭാഗമായിട്ടും അതുപോലെ ഒരു സോളോ സിംഗറായിട്ടും അദ്ദേഹം പോപ്പ് മ്യൂസിക്കിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. Among other honors, his solo work has earned him 8 Grammys, an Academy Award, a Brit Award for the British Album of the Year, and many more. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം 8 ഗ്രാമി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിറ്റ് അവാർഡ് ഫോർ ദ ബ്രിട്ടീഷ് ആൽബം. ഇൻ 1999 he was honored with a star on the Hollywood Walk of Fame. 1999 അദ്ദേഹത്തിന് സ്റ്റാർ ഓൺ ദി ഹോളിവുഡ് വോക്ക് ഓഫ് ഫെയിം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം. ടേക്ക് എ മൊമെന്റ് ടു റിഫ്ലക്ട് ഓൺ ദി ലാസ്റ്റ് ടൈം യു വോക്ക്ഡ് പാസ്റ്റ് സംവൺ ഇൻ നീഡ്. നിങ്ങൾ ഒരു നിമിഷം ഓർത്ത് നോക്കൂ, ഒരു ആവശ്യക്കാരൻ്റെ അടുത്തൂടെ ഏറ്റവും അവസാനമായി നിങ്ങൾ കടന്നുപോയത് എപ്പോഴാണ്? അതായത് ഒരു ആവശ്യവുമായി നിങ്ങളെ സമീപിച്ച ഒരാളെ നിങ്ങൾ ഓർത്തു നോക്കൂ. ഡിഡ് യു നോട്ടീസ് ദം? നിങ്ങൾ അവരെ ശ്രദ്ധിച്ചോ? ഹൗ ഡിഡ് യു റെസ്പോണ്ട് ടു ദെയർ പ്ലൈറ്റ്? അവരുടെ ആ അവസ്ഥയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? വാട്ട് തോട്ട് ഓർ ഫീലിങ്സ് കംസ് ടു യുവർ മൈൻഡ് ദെൻ? ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ സമയത്തും അതിനുശേഷവും എന്ത് ചിന്തകളാണ് അവരെക്കുറിച്ചുണ്ടായത്? ലെറ്റ് us read and reflect on the lyrics of the song Another Day in Paradise. Another Day in Paradise എന്ന ഈ സോങ്ങിലെ വരികൾ നമുക്ക് നോക്കാം. She called out to the man on the street, "Sir, can you help me? It is cold and I have nowhere to sleep. Is there somewhere you can tell me?" ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ സോങ് എഴുതിയിരിക്കുന്നത് ഫിലിപ്പ് കൊളിൻസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്. അതായത് അദ്ദേഹം ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ സിംഗർ, ഒരു തേർഡ് പേഴ്സൺ നരേറ്റീവ് ആണ്. ആ സിംഗർ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലായിട്ട് ഒരു സ്ത്രീ പോകുന്നു. ആ സ്ത്രീ ഒരാളോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ പാഠഭാഗം മുഴുവനും. ഷീ കോൾ ഔട്ട് ടു ദി മാൻ ഓൺ ദി സ്ട്രീറ്റ്, "സർ, ക്യാൻ യു ഹെൽപ്പ് മീ?" നടന്നുപോയ ഒരാളോട് ആ സ്ത്രീ ചോദിച്ചു, "എന്നെ ഒന്ന് സഹായിക്കാമോ? നല്ല തണുപ്പാണല്ലോ, എനിക്ക് ഉറങ്ങാനായിട്ട് ഒരിടവും ഇല്ല. അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാമോ?" ഹി വോക്സ് ഓൺ, ഡസൻറ്റ് ലുക്ക് ബാക്ക്, ഹി പ്രിറ്റൻഡ് ഹി കാൺ ഹിയർ ഹർ, സ്റ്റാർട്ട് ടു വിസിൽ ആസ് ഹി ക്രോസ് ദ സ്ട്രീറ്റ്. പക്ഷേ അദ്ദേഹം ആ നടത്തം തുടരുക തന്നെ ചെയ്തു. അതായത് ആരോടാണോ ആ സ്ത്രീ സഹായം അഭ്യർത്ഥിച്ചത്, അയാൾ മുന്നോട്ട് നടന്നു. ഓൺ ഡസൻറ്റ് ലുക്ക് ബാക്ക്, പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഹി പ്രിറ്റൻഡ് ഹി കാൺ ഹിയർ ഹർ, അവളെ അയാൾ കേൾക്കുന്നില്ല എന്ന മട്ടിൽ അഭിനയിച്ചുകൊണ്ട് അയാൾ നടന്നു. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. അതായത് അവൾ ചോദിക്കുന്ന ഒന്നും കേട്ടില്ല എന്നുള്ള മട്ടിൽ പോയി. സ്റ്റാർട്ട് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്, അയാൾ ആ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ വിസിലൊക്കെ മുഴക്കിക്കൊണ്ടുപോയി. അതായത് വളരെ കാഷ്വൽ ആയിട്ട്, ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്നുള്ളൊരു ഭാവത്തിൽ പോയി. സീംസ് എംബാരസ്ഡ് ടു ബി ദെയർ, എനിക്ക് വളരെ ലജ്ജാകരമായിട്ട് അത് തോന്നുകയാണ്. അതായത് ഈ സിംഗറിന് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് അതൊരു ലജ്ജാകരമായ സിറ്റുവേഷൻ ആയിട്ട് തോന്നി. എംബാരസ്ഡ് എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക. ഓ, തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് ആണെന്ന് പറഞ്ഞല്ലോ ഇത്. അപ്പൊ അതിനകത്തെ കോറസ് പറയുന്ന ലൈൻസ് ആണിത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് അവിടെ നിന്ന് ഇതിനിടയ്ക്ക് വീണ്ടും വീണ്ടും പാടും. അതാണ് ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. 2 പ്രാവശ്യം ചിന്തിക്കൂ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചിന്തിക്കൂ. പാരഡൈസ് എന്ന് പറഞ്ഞാൽ പറുദീസ. പറുദീസയിൽ എനിക്കും നിനക്കുമായിട്ടുള്ള മറ്റൊരു ദിവസമാണ് ഇത്.
Oh, think twice, cause it another day for you. You and me in paradise, think about it. പറുദീസയിലാണ് നമ്മളുള്ളത്, നമ്മളുടെ മറ്റൊരു ദിവസമാണ് ഇത്. ഇവിടെ അതിനൊരു ഡിഫറെന്റ് മീനിങ് കൂടി വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതായത് ഈ സ്വർഗമാകുന്ന അല്ലെങ്കിൽ ഈ പറുദീസയാകുന്ന ഈ ലോകത്ത് ആ സ്ത്രീക്കും സഹായം ചോദിച്ച ആ സ്ത്രീക്കും സഹായം നൽകാതെ പോയ അയാൾക്കും ഒരു ദിവസമാണ്. പക്ഷെ രണ്ടുപേരുടെയും അവസ്ഥകൾ വ്യത്യസ്തമാണ്. ഒരു സ്ത്രീ അഭയസ്ഥാനമില്ലാതെ അലയുന്നു, അതേസമയം സുഖസൗകര്യങ്ങളിൽ ധാരാളം പേർ ജീവിക്കുന്നു. ഷീ കോൾ ഔട്ട് ടു ദി മാൻ ഓൺ ദി സ്ട്രീറ്റ്. വീണ്ടും അവര് അടുത്തയാളെ സമീപിച്ചു. ഹി ക്യാൻ സീ ഷീ ഈസ് ബീൻ ക്രൈയിങ്. അവള് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആ മനുഷ്യന് കാണാം. ഷീ ഈസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾസ് ഓഫ് ഹർ ഫീറ്റ്. ഷീ കാൺ വോക്ക് ബട്ട് ഷീ ഈസ് ട്രൈയിങ്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുമിളകളാണ്. സോൾസ് എന്ന് പറഞ്ഞാൽ ഉള്ളംകാല്. നല്ല വെയിലത്ത് ചെരുപ്പില്ലാതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളംകാലില് ചെറിയ ചെറിയ കുമിളകള് വരും. അപ്പൊ ഈ സ്ത്രീ ചെരുപ്പൊന്നുമില്ലാതെ വളരെ ചൂടായിട്ടുള്ള അവസ്ഥയിലൂടെ നടക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ടു, ആദ്യം തണുപ്പായിരുന്നു അല്ലെ, ആദ്യത്തെ പാരഗ്രാഫിൽ. ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വെയർ ടു സ്ലീപ്പ്. ഇപ്പോഴോ ഷീ ഗോട്ട് ബ്ലിസ്റ്റേഴ്സ്. അവർക്ക് കാലിലെ കുമിളകൾ വന്നു ചൂട് കാരണം. ഷീ കാൺഡ് വോക്ക് ബട്ട് ഷീ ഈസ് ട്രൈയിങ്. അവർക്ക് നടക്കാൻ സാധിക്കുന്നില്ല, എന്നാലും അവർ ശ്രമിക്കുന്നു. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ്, ഇറ്റ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു. യു ആൻഡ് മീ ഇൻ പാരഡൈസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് രണ്ടു പേർക്കും അല്ലെങ്കിൽ നിനക്കും എനിക്കും മറ്റൊരു ദിവസം കൂടിയാണ് ഈ പറുദീസയിൽ. അതിനെപ്പറ്റി ചിന്തിക്കൂ. നമ്മുടെ പ്രവർത്തികൾ നല്ലതാക്കാനും നമ്മുടെ പ്രവർത്തികളെ പറ്റി ആലോചിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഓരോ ദിവസവും. അതുപോലെ തന്നെ സഹായം ചോദിച്ചു ചെല്ലുന്നയാളുടെ നിസ്സഹായ അവസ്ഥയും എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന മറ്റൊരു ജീവിതവും, അത് രണ്ടും കൂടിയുള്ള ഒരു കമ്പാരിസണുമാണ് ഈ ലൈനുകളിലൂടെ ഈ സിംഗർ നമ്മളോട് പറയുന്നത്. ഓ ലോർഡ്, ഈസ് there nothing more anybody can do? Oh Lord, there must be something you can say. You can tell from the lines on her face. You can see that she has been there, probably been moved on from every place, cause she didn't fit in there. ഈ സിംഗർ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, അങ്ങേക്ക് അല്ലെങ്കിൽ ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഈസ് there nothing more anybody can do? ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഈ സ്ത്രീയെ സഹായിക്കാൻ കഴിയില്ലേ? ഓ ലോർഡ്, there must be something you can say. അങ്ങേക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാൻ കഴിയും. ദൈവമേ, അങ്ങേക്ക് ഈ സ്ത്രീയെക്കുറിച്ച് പറയാൻ കഴിയും. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓൺ ഹെർ ഫേസ്. അവരുടെ മുഖത്തെ ചുളിവുകളിൽ നിന്ന് അങ്ങേക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ ചുളിവുകൾ കാണുമ്പോൾ അവർ ക്ഷീണിതയായിരുന്നു എന്ന് അങ്ങേക്ക് പറയാൻ കഴിയും. യു ക്യാൻ സീ ദാറ്റ് ഷീ ഹാസ് ബീൻ ദെയർ. അവൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അങ്ങേക്ക് കാണാം. പ്രോബബ്ലി ബീൻ മൂവ്ഡ് ഓൺ ഫ്രം എവറി പ്ലേസ്. ഒരു പക്ഷേ എല്ലാ സ്ഥലത്തു നിന്നും അവളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തു നിന്നും തഴയപ്പെട്ടു. കോസ് ഷീ ഡിഡിന്റ് ഫിറ്റ് ദെയർ. കാരണം അവൾ അവിടെ അനുയോജ്യമല്ല. അതായത് ഒരു പർദീസ പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റു മനുഷ്യർ സുഖസൗകര്യങ്ങളോടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവളെ ആട്ടിപ്പായിക്കുന്നു. കാരണം അവൾ അവിടെ അനുയോജ്യമല്ല. അപ്പോൾ അങ്ങേക്ക് മാത്രമേ അവളുടെ മുഖത്തെ ആ ചുളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അവൾ വളരെ ക്ഷീണിതയാണെന്ന്. അതായത് ഇവിടെ സിംഗർ പറയുന്നത് ദൈവത്തിന് മാത്രമേ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ, ബാക്കി മനുഷ്യരെല്ലാം അവരെ ആട്ടിപ്പായിക്കുകയാണ്. ഓ ട്വിങ് ടൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. വീണ്ടും റിഫ്രൈൻ ആണ്. വീണ്ടും ചിന്തിക്കൂ, ഇത് പറുദീസയിൽ എനിക്കും നിനക്കും മറ്റൊരു ദിവസമാണ്. ഓ തിങ്ക് ട്വൈസ്, ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു. ചിന്തിക്കൂ, ഇത് പറുദീസയിൽ മറ്റൊരു ദിവസമാണ്. യു ആൻഡ് മീ ഇൻ പാരഡൈസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. It's just another day for you and me in paradise. It's just another day for you and me in paradise. Just think about it. പറുദീസയില് എനിക്കും നിനക്കും ഇത് മറ്റൊരു ദിവസമാണ്. രണ്ടു വട്ടം ചിന്തിക്കൂ. അതായത് ഒരു ഭാഗത്ത് മനുഷ്യര് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി കഴിയുന്നു, മറ്റൊരു സ്ഥലത്ത് ആൾക്കാര് ദുരിതം അനുഭവിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ഇതൊരു മറ്റൊരു അവസരമാണ്. നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാനും മറ്റുള്ളവരെ കെയർ ചെയ്യാനും നമുക്ക് മറ്റൊരവസരമാണ് എന്നാണ് ഈ റിഫ്രൈൻ നമ്മളോട് പറയുന്നത്.